പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മാനേജർ ജോബിയാണെങ്കിൽ ഫോണിലാണെങ്കിൽ ആ വീഡിയോ കാണുകയാണ്. വിക്രവും വേദവും നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോരുന്നതാണെന്നും പേടിച്ച് പോരുന്നതാണെന്നൊക്കെയാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ജഡ്ജിയുടെ മകളായ വേദ എന്ന പെൺകുട്ടിയെ വിക്രം എന്ന ക്രിമിനൽ അമ്പലമുറ്റത്ത് വെച്ച് ബലമായി വിവാഹം ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ആണ് ജോബി കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ജോബിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവർ പേടിച്ചാണ് ഈ നാട്ടിലേക്ക് വന്നതെന്നും മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല വേദയുടെ ഭർത്താവ് ഒരു കൊലയാളിയാണെന്നും ജോബിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വിക്രമാണെങ്കിൽ പള്ളിയിൽ നിന്ന് ആ വാർത്ത കേട്ട് ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. വാസ്തവം ജയിച്ച് ശ്രീനിവാസൻ തോറ്റു എന്നുള്ള വാർത്ത വിക്രത്തിനെ ഭയങ്കരമായിട്ട് തളർത്തിയിരിക്കുന്നു. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, വിക്രത്തിന് ഇവരെയൊക്കെ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം ഒന്നും മിണ്ടുന്നില്ല. അല്ല, നിങ്ങളങ്ങ് തെക്ക് ദേശത്ത് നിന്ന് വന്നെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ വിക്രം പറയാണ് അറിഞ്ഞൂടാ. അപ്പോഴത്തേക്ക് വിക്രം അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അവിടെ വന്ന് ജോലി സ്ഥലത്ത് വന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗീവർഗീസ് ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു, എന്താ വിക്രം, എന്ത് പറ്റി പെട്ടെന്നൊരു വിഷമം? ഒന്നുമില്ല ഗീവർഗീസ് ചേട്ടാ. അപ്പം വിക്രം ഇങ്ങനെ ശ്രീനിവാസൻ തോറ്റതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ബാക്കി പണിയും കൂടെ പെട്ടെന്ന് തീർക്കാം എന്നും പറഞ്ഞിട്ട് ഗീവർഗീസ് വന്ന് പണി തുടങ്ങുന്നുണ്ട്. വിക്രമാണെങ്കിൽ കുറച്ച് നേരം വിഷമിച്ച് അവിടെ നിന്ന് ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം പണി വീണ്ടും തുടങ്ങുവാണ്. ഈ സമയത്ത് വേദയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേദയെ തിരക്കി അവൻ വരികയാണ്, ജോബി വരികയാണ്. ഇവിടെ മനസ്സിൽ തെറ്റായ ചിന്തയും തെറ്റായ ഉദ്ദേശത്തോടെ വേദയെ ട്രാപ്പിലാക്കാനൊക്കെ ഒരു ഉദ്ദേശത്തോടെയാണ് വരുന്നത്. എന്തായാലും വേദയെ ട്രാപ്പിലാക്കാൻ ഒരു വഴി കിട്ടിയല്ലോ, അതൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷത്തോടെയാണ് നേരെ വേദയുടെ വീട്ടിലേക്ക് വരുന്നത്. മോളി ചേച്ചി പറഞ്ഞ അറിവ് വെച്ച് വേദയുടെ വീട് കണ്ടുപിടിച്ചാണ് ജോബി വരുന്നത്. വന്നിട്ട് നേരെ വന്ന് ബൈക്ക് വെച്ചിട്ട് ഒന്ന് ഡോറെ വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ അകത്തിരിക്കുകയാണ്. വേദ വിചാരിക്കുകയാണ്, ആരാണ് ഈ സമയത്ത്, എന്തായാലും വിക്രം വരത്തില്ല, പിന്നെ ആരായിരിക്കും ഈ സമയത്തെന്ന് വേദ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ വേദ അപ്പുറത്തൂടെ വന്നിങ്ങനെ നോക്കുമ്പം ജോബി. അപ്പം വേദ വിചാരിക്കുകയാണ്, ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ ചെല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് തിരക്കി വന്നേ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരാൾ ജോലിക്ക് ചെന്നില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പം വേദ ഇങ്ങനെ മനസ്സിലായിരിക്കണം, ഇവൻ ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോഴും ഇവൻ്റെ ഉദ്ദേശവും നോട്ടവും ഒന്നും അത്ര ശരിയില്ലായിരുന്നു, ഇവൻ ഇനി എന്താവശ്യത്തിനാണോ ഇങ്ങോട്ട് വന്നതെന്ന് വേദ ഇങ്ങനെ വിചാരിക്കുകയാണ്. അന്നേരം വീണ്ടും കതവിലിട്ട് തട്ടുകയാണ്. അങ്ങനെ വേദ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ വേദ വന്നിട്ട് ചോദിക്കുകയാണ്, സാർ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. ഇയാളെ ഇന്ന് അവിടെ മേരി ചേച്ചിയുടെ കൂടെ കണ്ടില്ല. അപ്പം ചോദിച്ചപ്പോൾ മേരി ചേച്ചി പറഞ്ഞ് ഇയാൾക്ക് സുഖമില്ലെന്ന്, പനിയായിട്ട് കിടക്കുകയാണെന്ന്. അപ്പോൾ വേദ പറയാണ്, അതിന് സാറെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. അത് ഒരു തൊഴിലാളി സുഖമില്ലാതെ നടക്കുന്നതെന്ന് പറയുമ്പോൾ കാണാൻ വരണ്ടേ. ഓഹോ, അപ്പോൾ സാറ് എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പോവുമോ, സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലിങ്ങനെ പോവുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ജോബി പറയാണ്, അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോകത്തില്ല, നമുക്ക് ഇഷ്ടമുള്ളവരുടെ വീട്ടിൽ പോവും, അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന് ജോബി പറയുകയാണ്. അപ്പം വേദയൊന്നും മിണ്ടുന്നില്ല, ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ജോബി പറയാണ്, ഞാനേ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നേ, എന്താ സാറിന് അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം അറിഞ്ഞ് ആ കാര്യം വേദയെ അറിയിക്കാനാണ് വന്നത്. അപ്പം ആ കാര്യം ഞാൻ വേദയെ അറിയിക്കുമ്പം വേദ എൻ്റെ ആവശ്യവും നടത്തി തരണം എന്ന് വേദയെടുത്ത് പറയാണ്. സാറിൻ്റെ അറിയിക്കാനുള്ള കാര്യം എന്തുവോ, സാറിൻ്റെ ആവശ്യം എന്തുവോ എന്ന് വേദ ചൂടോടെ ചോദിക്കുകയാണ്. അതൊക്കെ പറയാം, പിന്നെ നമ്മൾ തമ്മിലൊരു ധാരണയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്കും വലിയ പ്രശ്നങ്ങളില്ലാതൊക്കെ അങ്ങ് പോവാം എന്ന് ജോബി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ആകപ്പാടെ ദേഷ്യമാകുന്നുണ്ട്. സാർ എന്തിനാ വന്നതെന്ന് പറയാണ്. അത് ഞാൻ വിചാരിച്ചത് മോളി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ വിവരം വെച്ച് രണ്ടുപേരും ഭാര്യ ഭർത്താവും കൂടെ പ്രണയിച്ച് ഒളിച്ചോടി വന്നതാണെന്നാണ്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് പേടിച്ചോടി വന്നതാണെന്നാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേറെ ഒന്ന് ഞെട്ടുന്നുണ്ട്. സാർ എന്തൊക്കെയായി പറയുന്നത്? മനസ്സിലായില്ലേ, നിങ്ങൾ രണ്ടും കൂടെ നാട്ടിൽ നിന്ന് പേടിച്ചോടി വന്നതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. സാർ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സാർ എന്തോ ഈ പറയുന്നത് എന്ന് വേദ ചോദിക്കുകയാണ്. ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് ഇപ്പം ചോദിക്കുന്നത്, നിൻ്റെ ഭർത്താവ് ഒരു ക്രിമിനലാ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, സാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ. അപ്പം ജോബി ചോദിക്കുകയാണ്, ഈ ഒരു ജഡ്ജിയുടെ മകളാ ഇല്ലയോ, പിന്നെ ആ ക്രിമിനൽ ബലമായി വിവാഹം ചെയ്തതാ എന്നൊക്കെ വേദയെടുത്ത് ചോദിക്കുകയാണ് ജോബി. അപ്പം വേദ പറയാണ്, സാറിന് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്, സാറ് ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല, ഇതൊന്നും ഉള്ളതുമല്ല, പിന്നെ എന്നോട് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഉപയോഗിക്കുകയാണ്, നിൻ്റെ ഭർത്താവിന് എന്താ ജോലി എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഇവിടെ പള്ളിയിൽ മൈക്കിളച്ചൻ വിളിച്ച് ജോലിക്ക് പോകും. ജോബി ചോദിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ കാര്യമല്ല ചോദിച്ചത്, നാട്ടിൽ അവൻ എന്താണ് ജോലി എന്നാണ് ചോദിച്ചതെന്ന്. അപ്പോൾ വേദയൊന്നും മിണ്ടായിരിക്കുകയാണ്. കൊലപാതകമാ ജോലിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദയാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ നോക്കുകയാണ്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അവനവിടെ ഒരു ഗുണ്ടയായിട്ട് ഒരു കൊലപാതകം
ചെയ്തിട്ട് നിങ്ങൾ നാട് വിട്ട് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സാറിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് വേദ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ജോബി പറയാണ് ആരും തെറ്റിദ്ധരിപ്പിച്ചൊന്നുമല്ല. അപ്പോഴത്തേക്ക് ആ വീഡിയോ എടുത്ത് വേദയെ കാണിക്കുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ ആ വീഡിയോ കാണുന്നുണ്ട്. കൊലപാതകയായ വിക്രവും വേദയും കൂടെ നാട് വിട്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോ വേദ കാണുന്നുണ്ട്. അപ്പം ജോബി ചോദിക്കുകയാണ് ഈ കാണുന്ന ആൾ ഇയാൾ തന്നെയാണല്ലോ, അപ്പം ഇത് നിങ്ങളുടെ ഭർത്താവുമായിരിക്കും, അപ്പം നിങ്ങളുടെ കാര്യം തന്നെയല്ലേ ഈ പറയുന്നതെന്ന് ജോബി ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ് ഞങ്ങളുടെ കാര്യം തന്നെ, പക്ഷേ ഇതിനകത്ത് പറഞ്ഞ കാര്യം മൊത്തം കള്ളത്തരമാണ്. എൻ്റെ ഭർത്താവ് ആരെയും കൊന്നിട്ടുമില്ല, ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല, ഈ പറയുന്നതെല്ലാം കള്ളത്തരാണെന്ന് പറയാണ്. അപ്പം ജോബി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഈ നാട്ടിൽ വന്ന് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ താമസിച്ചാൽ പോരെ, ഈ നാട്ടിൽ നിങ്ങൾ വന്ന് ഒളിച്ച് താമസിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദയൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് വേദ പറയാണ് സാർ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരക്കുന്നത്, സാറിൻ്റെ പണി ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജോബി പറയാണ് ഞാൻ എൻ്റെ പണി ചെയ്തോളാം, പിന്നെ എനിക്ക് ഈ കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല, പിന്നെ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. ഈ വീഡിയോയിൽ ഉള്ളത് താനും തൻ്റെ ഭർത്താവാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ജോബി പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുകയാണ് എന്താ നമ്മൾ തമ്മിൽ പറയാനുള്ളതെന്ന് വേദ ചോദിക്കുകയാണ്. അത് ഞാൻ ഈ വീഡിയോ ഇവിടെ ആരെയും കാണിക്കത്തുമില്ല, ആരോടും പറയത്തുമില്ല, നിങ്ങൾ നാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് താമസിക്കുകയാണെന്നും ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നതെന്നൊന്നും ഞാൻ ആരോടും പറയത്തില്ല, പക്ഷേ നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകണം. അപ്പോൾ വേദ ഇങ്ങനെ ദേഷ്യം നോക്കുവാണ്. ഞാൻ പറയുന്നത് വേദയ്ക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും ഇവിടെ ഈ നാട്ടിൽ ആരും അറിയാതെ കഴിയാം. വേദ ദേഷ്യത്തോട് ചോദിക്കുകയാണ് സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഇവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് കിടപ്പുണ്ട്, അങ്ങോട്ടേക്ക് വേദ വന്നാൽ മതി എന്ന് പറയാണ്. അപ്പം ജോബിയാണെങ്കിൽ ആ പറയുന്നത് കേട്ടിട്ട് വേദ ചോദിക്കുകയാണ് സാർ എന്താ ഉദ്ദേശിക്കുന്നത്. ജോബി പറയാണ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട്, അപ്പം താൻ എന്നോട് സഹകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും പുറത്തറിയാതെ നമുക്കിങ്ങനെ അങ്ങ് പോകാം, എനിക്ക് തൻ്റെ ഭർത്താവിന് ഇവിടെ കഴിയുകയും ചെയ്യാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. താൻ എന്തോടെ വിചാരിച്ചത്, താൻ അങ്ങനെയുള്ള പെൺപിള്ളേരെ മാത്രമേ കണ്ട് കാണത്തുള്ളൂ, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് വേദ പറയുകയാണ്. എനിക്ക് ആൾ മാറിപ്പോയി, ഈ വേദയെ ആ കണത്തിൽ പെടുത്തല് എന്ന് പറയുകയാണ്. താൻ എന്ത് ഭീഷണി മുഴക്കിയാലും തൻ്റെ മുന്നിൽ ഞാൻ വന്ന് അടിയറവ് പറയുമെന്ന് താൻ വിചാരിച്ചോ, അതിനെ എന്നെ നോക്കണ്ട എന്ന് പറയാണ്. അപ്പം ജോബി പറയാണ് നീയും നിൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഈ വീഡിയോ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രമാണിമാരെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ, അവർ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാനൊരു മെസ്സേജ് ഇട്ടാൽ മതി, അവർ നിങ്ങളെ അന്വേഷിക്കുന്നവർ ഈ നാട്ടിൽ വരും, ഓർത്തുകൊണ്ടാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ് എന്തോർത്തായാലും തൻ്റെ ഡിമാൻഡിൻ്റെ മുമ്പിൽ ഞാൻ തല കുനിക്കുമെന്ന് താൻ വിചാരിച്ചോ, എന്നെ കിട്ടത്തില്ല, പിന്നെ താനീ പറയുന്നുണ്ടല്ലോ എൻ്റെ ഭർത്താവ് കൊലയാളിയാണെന്ന്, ഇതുവരെ ആരെയും കൊന്നിട്ടില്ല, താനായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കല്, എങ്ങാനും എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ പിന്നെ തന്നെ ജീവനോടെ വെച്ചേക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ജോബി പറയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെ ഭർത്താവ് ഒരു കൊലയാളിയാന്ന്, അത് പോലീസ് കൊണ്ടുവന്ന് തൻ്റെ മുന്നിൽ കൂടെ കൊണ്ടുവന്ന് താൻ കാണണോ, അത് വേണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഡിമാൻഡും അംഗീകരിച്ച് നമുക്കൊരു ധാരണയിൽ അങ്ങ് പോകാമെന്ന് ജോബി പറയാണ്. അപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ പറയാണ് ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ തന്നെ ചൂലെടുത്ത് അടിച്ചിറക്കുമെന്ന് പറയാണ്. അപ്പം ജോബി പറയാണ് അതൊന്നും വേണ്ട, താൻ പതുക്കെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി, നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ളത്, ഞാൻ ഇനിയും വരാം, അതുവരെ തനിക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട്, അതിന് ശേഷമേ ഇതിന് മെസ്സേജ് അയക്കണോ റിപ്ലൈ കൊടുക്കണമെന്നോ അതോ പോലീസിൽ അറിയിക്കണമെന്നുള്ള ഞാൻ ചിന്തിക്കത്തുള്ളൂ, താൻ ആലോചിച്ച് മറുപടി പറയുന്നത് പോലെ ഇരിക്കും എൻ്റെ തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് ജോബി അങ്ങ് പോവുകയാണ്. വേദയ്ക്ക് ഇങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ വിഷമമൊക്കെ വന്ന് വേദ എവിടെ ഇങ്ങനെ ജോബി പോകുന്നതെന്ന് നോക്കി ഇങ്ങനെ ദേഷ്യമായിട്ട് നിൽക്കുകയാണ്.